ഈ പൈ ചാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഷേപ്പ് കാരണമാണ് ഇതിന് പൈ ചാർട്ട് എന്ന് പറയണത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഷേപ്പ് ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഷേപ്പ് എടുക്കാം. നമുക്ക് ഇതിനെ ഒരു പിസയായി സങ്കല്പിക്കാം. അപ്പോൾ ഒരു പിസ്സാനെ നമ്മൾ എടുത്തു പറഞ്ഞാൽ ഒരു വട്ടത്തിലുള്ള ഒരു പിസയായിട്ട് എടുത്താൽ ഇതിന്റെ ഇവിടെ ഒരു സെന്റർ പോയിന്റ് ആയിട്ട് എടുത്തിട്ട് നമുക്കിങ്ങനെ ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ ഈ ഹാഫ് നമുക്ക് ഈ സൈഡും ഓൾമോസ്റ്റ് 180 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഓരോ സ്ലൈസും 90 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, സോ വിച്ച് മീൻസ് ഈ ഒരു സ്ലൈസ് നമുക്ക് ഈ ഒരു സ്ലൈസ് ആണ് എടുക്കണത് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് 90 ഔട്ട് ഓഫ് 360 എന്ന് വെച്ചാൽ ഈ എൻറ്റയർ സർക്കിൾ വന്നിട്ട് 360 ഡിഗ്രീസ് ആണ്. അപ്പോൾ എൻറ്റയർ പിസ 360 ഡിഗ്രീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതിൽ 90 ഡിഗ്രീസ് ബൈ 360 ഡിഗ്രീസ് എടുക്കണം. അപ്പോൾ എത്ര പോർഷൻ വരും? ഇത് 1 ടൈം, ഇത് 4 ടൈംസ് എന്ന് വെച്ചാൽ 1/4 ഓഫ് ദ പിസയാണ് ഈ ഒരു സ്ലൈസ്. ഓക്കെ, pie chart given here shows expenditure incurred by a family on various items and their savings which amounts to rupees 8,000. അതായത് സേവിങ്സ് ആണ് 8,000 റുപ്പീസ് ഒരു മാസത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാർട്ട് പഠിച്ചിട്ട് അതിന്റെ ബേസിസിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇവര് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഹൗ മച്ച് എക്സ്പെൻഡിച്ചർ ഇസ് ഇൻകേർഡ് ഓൺ എഡ്യൂക്കേഷൻ. സോ ഇതില് നമുക്ക് ആദ്യം സേവിങ്സ് ആണ് റുപ്പീസ് 8,000. സേവിങ്സ് റുപ്പീസ് 8,000 എങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകം എത്രയായിരിക്കണം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോ ഇൻകം കണ്ടുപിടിക്കാൻ ഈ 360ല് 60 ഡിഗ്രീസ് ആണ്, 60% അല്ല 60 ഡിഗ്രീസ് ആണ് സേവിങ്സ്. ഓക്കെ, സോറി 60 ഡിഗ്രീസ് ആണ് സേവിങ്സ്. ഓക്കെ, ഔട്ട് ഓഫ് 360. സോ ദിസ് 60 degrees out of 360 into x will be 8,000 rupees. Okay, so നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ് വിൽ ബി ഹിസ് ഇൻകം. ഓക്കെ, നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എക്സ് എന്ന് എടുത്തു. സോ ഈ എക്സിന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെക്കുവാണെങ്കിൽ it will become 8,000 into 360 degrees divided by 60. Okay, so this cancel, this is 6/6. Okay, so his income would be x is equal to 8/6 48,000 rupees or whatever currency it is. Okay, നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹൗ മച്ച് എക്സ്പെൻഡിച്ചർ ഇസ് ഇൻകേർഡ് ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ 360 ഡിഗ്രീസിൽ 30 ഡിഗ്രീസ് മാത്രമാണ് എഡ്യൂക്കേഷൻ. സോ ഔട്ട് ഓഫ് ദ എൻറ്റയർ ഇൻകം 48,000 rupees he has spent 30 degrees out of 360 degrees on education. Okay, so നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 12 times it is 4,000. So expense on education is 4,000 rupees. Okay, ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ടു സേവിങ്സ്. നമുക്ക് ഓൾറെഡി സേവിങ്സിന് അറിയാം ₹8,000 എന്നാണ്. ഇനി ഫുഡിന് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഫുഡിന് എത്രയാണ്? 120 ഡിഗ്രീസ്. ഓക്കെ, ഫുഡിന്
120 degrees. നമുക്ക് ഇൻകം ഔട്ട് ഓഫ് 360. നമുക്ക് ഇൻകം ഓൾറെഡി കണ്ടുപിടിച്ചതെന്ന് എത്രയെന്നറിയാം? 48,000 റുപ്പീസ് ആണെന്ന് അറിയാം. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്ത 1 3. സോ ഫുഡിനാവുന്ന എക്സ്പെൻസ് ഇറ്റ് ഇസ് 16,000 റുപ്പീസ്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ food is to savings, which is food is 16,000 rupees is to savings 8,000 rupees. So this is this 1 2, which is food to savings in the ratio 2:1. Okay. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ ഫാമിലി ഫോർ ദ മന്ത്? ഇപ്പോൾ നമുക്ക് സേവിങ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ സേവിങ്സ് എത്രയാണ്? 60 ഡിഗ്രീസ്, വിച്ച് ഇസ് 360 ഡിഗ്രീസ് മൈനസ് 60 ഡിഗ്രീസ് ആണ് എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഇസ് 300 ഡിഗ്രീസ് ആണ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ ദിസ് 300 ഡിഗ്രീസ് ഔട്ട് ഓഫ് 360 ഡിഗ്രീസ് ഇൻടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇൻകം എത്രയാ? 48,000 ആയിരിക്കും ഇദ്ദേഹത്തിന്റെ ഫാമിലിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. സോ ദാറ്റ് ഈസ് 0 0 3 10 times, it is 12 times, and here again it is 4,000. So the total expenditure is 40,000 rupees. Sorry, 40,000 rupees. Okay. ഇത് നമുക്ക് നേരത്തെ ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം എന്താണെന്ന് അറിയാം? 48,000 ആണെന്ന് അറിയാം. മൈനസ് സേവിങ്സ് എത്രയാ? 8,000. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ 40,000 റുപ്പീസ് ആണ് ഇദ്ദേഹത്തിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നറിയാം. ഓക്കെ, സോ രണ്ടും സെയിം അല്ലേ? Yes.